വിവാദാഭിമുഖത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് കാന്തപുരം AP വിഭാഗം. മലപ്പുറത്തെ ക്രിമിനൽ തലസ്ഥാനമാക്കാനുള്ള ഹിന്ദുത്വ വർഗീയ സംഘങ്ങളുടെ പദ്ധതി ഇടതുപക്ഷത്തിന്റെ ചിലവിൽ നടപ്പിലാക്കിയെന്നാണ് വിമർശനം. അഭിമുഖം BJPക്ക് ഗുണകരമായ രീതിയിലാണ് പ്രചരിച്ചത്. മുഖ്യമന്ത്രിയുടേത് വലതുപക്ഷ നിലപാടാണെന്നും കുറ്റപ്പെടുത്തുകയാണ് SSF വാരികയായ റിസാലയിലെ മുഖപ്രസംഗത്തിൽ. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ. അഷ്കർ, മലപ്പുറം പരാമർശത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഇപ്പോൾ നേരത്തെ CPM-നെ മുഖ്യമന്ത്രിയൊക്കെ പിന്തുണച്ചിരുന്ന കാന്തപുരം AP വിഭാഗം തന്നെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വിനിത, എല്ലാ കാലത്തും ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമ്പോഴും പാർട്ടി സെക്രട്ടറി ആകുമ്പോഴും കൃത്യമായി ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന മുസ്ലിം സംഘടനകൾ ഒന്ന് തന്നെയാണ് കാന്തപുരം വിഭാഗം. ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളടക്കം അരിവാൾ സുന്നികളെന്ന് പരിഹസിച്ചിരുന്ന, അത്രത്തോളം ഇടതുപക്ഷ ബാന്ധം പുലർത്തിയിരുന്ന സംഘടനയാണ് കാന്തപുരം AP വിഭാഗം. ആ AP വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SSF-ൻ്റെ വാരികയിലാണ്, റിസാല എന്ന വാരികയിലെ മുഖപ്രസംഗമാണ് CPM-നെയും മുഖ്യമന്ത്രിയും അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയും കടന്നാക്രമിച്ചുകൊണ്ടുമുള്ള ഒരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തേതായി തന്നെ പറയുന്ന കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നു. ഇടതുപക്ഷ നിലപാടെന്ന് പറയുമ്പോഴും വലത്തോട്ടുള്ള സഞ്ചാരം ഇടതുപക്ഷത്തിന് സംഭവിക്കുന്നു, ഇല്ലെങ്കിൽ CPM-ന് സംഭവിക്കുന്നു. ADGP RSS കൂടിക്കാഴ്ചകളൊക്കെ സർക്കാർ നിസ്സാരവൽക്കുകയും മുഖ്യമന്ത്രിയും CPM-ഉം ഒക്കെ തന്നെ നിസ്സാരവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഘട്ടത്തിലും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അന്ന് മുതൽ ആദ്യഘട്ടത്തിൽ ഉപദേശകനായി രമൺ ശ്രീവാസ്തവ, അതായത് മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന രമൺ ശ്രീവാസ്തവയെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തപ്പോൾ തന്നെ ഉപദേശകനായി നിയമിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ഘട്ടത്തിലും പോലീസിൻ്റെ ഭാഷ്യങ്ങൾ അതേപോലെ വിഴുങ്ങിക്കൊണ്ട് അത് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. എന്നാൽ ആ പോലീസിൻ്റെ മനോവീര്യം തകർക്കരുതെന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഹിന്ദുവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ അഭിമുഖ വിവാദം, ആ വിവാദത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കടന്നാക്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ റിസാല സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അത്തരമൊരു വിമർശനം, ഇല്ലെങ്കിൽ അത്തരമൊരു പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ച് വന്നതോടെ ഹിന്ദുത്വ വർഗീയ ശക്തികൾ എന്താണോ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അവർക്ക് ആയുധവും അവസരവും മുഖ്യമന്ത്രിയും CPM-ഉം ഒരുക്കി നൽകി എന്നുള്ളതാണ്. അത് കൃത്യമായി BJP ഉപയോഗിച്ചു എന്നുള്ളൊരു വിമർശനവും ഉന്നയിക്കുന്നു. അതിന് അവസാനിപ്പിക്കുക വാക്യം, അല്ലെങ്കിൽ ആ ലേഖനം അവസാനിപ്പിക്കുന്നത് തന്നെ ഇങ്ങനെ പോയാൽ CPM-ന്റെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. അഥവാ എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ പിന്തുണച്ച, CPM-നെ പിന്തുണച്ചിരുന്ന കാന്തപുരം വിഭാഗം തന്നെ CPM-നെ ഈ വിഷയത്തിൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും സാമുദായിക സംഘടനകൾക്കിടയിലുള്ള അതൃപ്തി, ഈ വിഷയത്തിലുള്ള അതൃപ്തി വ്യക്തമാക്കുന്നത് തന്നെയാണ് റിസാലയുടെ മുഖപ്രസംഗം. അത് മലബാറിലൊക്കെ തന്നെ ന്യൂനപക്ഷ സംഘടനകളിലുണ്ടാവുന്ന ഈ മാറ്റം അത് CPM-നും ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടിയാകും, തലവേദനയാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വിനിത. ശരി, അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകി.